ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ എപ്പോഴാണ് ജീവിക്കാൻ തുടങ്ങുന്നത്? പലരും പറയും കുറച്ചുകൂടി പണം സമ്പാദിച്ചു കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ കുട്ടികൾ കുറച്ചുകൂടി വലുതായി കഴിഞ്ഞിട്ട്, അതുമല്ലെങ്കിൽ റിട്ടയർ ആയി കഴിഞ്ഞിട്ട്, എന്നിട്ട് വേണം നന്നായിട്ടൊന്ന് ജീവിക്കാൻ. കൂട്ടുകാരെ, ഞാൻ പറയുന്നു, ഈ പിന്നീട് എന്നൊരു വാക്കാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കള്ളൻ. നമ്മളിൽ പലരും പുതിയ വസ്ത്രങ്ങൾ വാങ്ങും, ഏതെങ്കിലും ഒരു പ്രത്യേക പരിപാടിക്ക് ധരിക്കാൻ വേണ്ടിയിട്ട്. നല്ല പാത്രങ്ങൾ വാങ്ങും, നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥികൾക്ക് വേണ്ടി. നല്ല പെർഫ്യൂം വാങ്ങിക്കും, ഏതെങ്കിലും ഒരു നല്ല പ്രോഗ്രാമിന് യൂസ് ചെയ്യുന്നതിന് വേണ്ടി. അങ്ങനെ പിന്നീട് പറഞ്ഞ് ഉപയോഗിക്കാതെ പഴകിപ്പോയ എത്രയോ സാധനങ്ങളാണ് നമ്മളുടെ കയ്യിലുള്ളത്. പലരും ജീവിതത്തിൽ കഷ്ടപ്പെട്ട് പണം സമ്പാദിക്കുന്നു, പക്ഷേ ഒരു നല്ല യാത്ര പോകുന്നതിനോ എന്തിന് ഒരു നല്ല ഭക്ഷണം പോലും വാങ്ങിക്കഴിക്കാൻ അവർ ആ പണം ഉപയോഗിക്കുന്നില്ല. എല്ലാം പിന്നീട് എനിക്ക് ജീവിക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കുന്നു. പക്ഷെ കൂട്ടുകാരെ, ഒരു നിമിഷം ഒരു കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കൂ. പിന്നീട് ഒരു ദിവസം പോയിട്ട് അടുത്ത ഒരു മണിക്കൂർ പോലും നമ്മുടെ കയ്യിലില്ല. എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. പിന്നെ നമ്മളുടെ കയ്യിലുള്ളത് എന്താണ്? ഈ നിമിഷം. ഇന്നാണ് ആ പ്രത്യേക ദിവസം എന്ന് പറയുന്നത്. ഈ ദിവസത്തിൽ ജീവിക്കുക, ഈ ദിവസത്തിന്റെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കുക, ഈ ദിവസത്തിലെ ഓരോ നിമിഷങ്ങളെയും ആസ്വദിച്ച് ജീവിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഇനി എത്ര ദിവസങ്ങൾ ബാക്കിയുണ്ടെന്ന് നമുക്ക് ആർക്കും അറിയില്ല. നമ്മൾ ഓരോ ദിവസവും ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പലരും ജീവിക്കുന്നില്ല, വെറുതെ നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. ജീവിക്കുക എന്ന് പറഞ്ഞാൽ കയ്യിലുള്ള പണം മുഴുവൻ ദൂർത്തടിച്ച് സുഖഭോഗങ്ങളിൽ മുഴുകണമെന്നോ ദൂരെ യാത്രകൾ പോകണമെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസത്തെയും ഓരോ നിമിഷത്തെയും ആസ്വദിക്കുക. ഒരു കൊച്ചു കുഞ്ഞിന്റെ പുഞ്ചിരി കണ്ടാൽ അത് ആസ്വദിക്കുക. നമ്മൾ കുടിക്കുന്ന ഓരോ ചായയിലെ ഓരോ സിപ്പും ആസ്വദിക്കുക. കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്ന ഓരോ നിമിഷങ്ങൾ, അത് ദേഷ്യത്തിന്റെയും കലഹത്തിന്റെയും സംതൃപ്തി ഇല്ലായ്മയുടെയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കലഹിക്കാതെ ഓരോ നിമിഷവും ഉള്ളതിൽ സംതൃപ്തിപ്പെട്ടുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുക. അവരുടെ സന്തോഷങ്ങളിൽ പങ്കാളിയാവുക. പല ആളുകളും അവരുടെ ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ കുറെ കഷ്ടപ്പെട്ടു, സമ്പാദിച്ചു, പക്ഷെ ജീവിക്കാൻ മറന്നുപോയി. കൂട്ടുകാരെ, നിങ്ങൾ ഈ നിമിഷം ഒരു കാര്യം ചിന്തിക്കൂ. നിങ്ങളുടെ അലമാരയിൽ ഉപയോഗിക്കാതെ പിന്നീടത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഡ്രസ്സുകൾ, ആ നല്ല ഡ്രസ്സുകളൊക്കെ എടുത്തൊന്ന് ധരിക്കുക. വീട്ടിലുള്ള നല്ല പാത്രങ്ങളിൽ ഭക്ഷണം കഴിക്കുക. ഈ നിമിഷത്തിൽ സന്തോഷത്തോടു കൂടി ജീവിക്കുക. അതുപോലെ തന്നെ കുടുംബത്തോടൊപ്പം ചെറിയ ചെറിയ യാത്രകൾ പ്ലാൻ ചെയ്യുക. അവരുടെ സന്തോഷങ്ങളിൽ നമ്മൾ പങ്കാളികളാവുക. ഇതൊക്കെയല്ലേ ജീവിതം എന്ന് പറയുന്നത്. ജീവിതം ഒരു ഘടികാരം പോലെയാണ്, അതിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കും. നമ്മളും ഈ ലോകത്ത് നിന്ന് കടന്നു പോകേണ്ടവരാണ്. അങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മൾ സമ്പാദിച്ച കാറോ വീടോ സ്വത്തോ ഒന്നും നമ്മുടെ കൂടെ വരില്ല. പിന്നെ എന്താണ് നമുക്കുള്ള സ്വത്ത് എന്ന് പറയുന്നത്? നമ്മൾ മറ്റുള്ളവർക്കായി നൽകിയ സന്തോഷ നിമിഷങ്ങൾ, നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുവാൻ കാണിച്ച നല്ല മനസ്സ്, അതുപോലെ തന്നെ മറ്റുള്ളവരുമായി പങ്കുവച്ച സന്തോഷ നിമിഷങ്ങൾ, ഇതൊക്കെയല്ലേ നമ്മുടെ സ്വത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കൂ. ഈ നിമിഷം മുതൽ ഇന്നിൽ ജീവിക്കാൻ ശ്രമിക്കുക. ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലും സന്തോഷങ്ങൾ കണ്ടെത്തുക. അതിനേക്കാൾ ഉപരി നമ്മൾ ഓരോ ദിവസവും അവസാനിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയുക. ആ ദിവസത്തെ സുന്ദര നിമിഷങ്ങൾ ഓർത്തെടുത്ത്, ദൈവമേ, നീ ഇന്ന് എനിക്ക് തന്ന മനോഹരമായ ദിവസത്തിന് നന്ദി പറയുക. അങ്ങനെ നമ്മൾ നന്ദി പറയുവാൻ തുടങ്ങുമ്പോൾ ഓരോ ദിവസവും നമ്മൾക്ക് കൂടുതൽ സന്തോഷമുള്ള ദിവസങ്ങൾ നമുക്ക് കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ കൂട്ടുകാരെ, ഈ ജീവിതത്തിന്റെ ഓരോ നിമിഷവും നമ്മൾക്ക് ആസ്വദിക്കാം, നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കാം. കാരണം ഈ ജീവിതം ഇനിയും ഉണ്ടാകുമെന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ജീവിതത്തെ മാറ്റിവെക്കരുത്, സ്നേഹത്തെ മാറ്റിവെക്കരുത്, സന്തോഷത്തെ മാറ്റിവെക്കരുത്. ഇന്നത്തെ ഈ നിമിഷത്തിന്റെ ഓരോ നിമിഷത്തിന്റെയും സന്തോഷം ആസ്വദിച്ചുകൊണ്ട് മുമ്പോട്ട് ജീവിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും എല്ലാ വിധത്തിലുള്ള നന്മകളും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ. താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. താങ്ക് യു സോ മച്ച്. ബൈ.